വാർത്താസമ്പന്നമായ ഒരു ദിവസം കൂടി കടന്നു പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ സമയം അവസാനിക്കാൻ പോവുകയാണ്. 24 മണിക്കൂർ ഇനി കഷ്ടിച്ച് ഇല്ല ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ. ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞ വാർത്താസമ്പന്നമായ ഒരു ദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ കുട്ടിക്കലാശത്തിലേക്ക് പ്രചാരണം വഴിമാറുകയാണ്. കാണാം, തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ കുട്ടിക്കലാശം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. വാദപ്രതിവാദങ്ങളും പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും 3 മുന്നണികളും സജീവമായി തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ 13 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുന്നത്. മാത്രമല്ല, കുട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴേക്കും ആവേശത്തിന്റെ പരകോടിയിലേക്ക് മുന്നണികൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രചാരണം ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കെ കുട്ടിക്കലാശം ശക്തിപ്രകടന വേദിയാക്കാനാണ് മുന്നണികളുടെ നീക്കം. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ, അവിടെ തീപാറുന്ന പോരാട്ടം നടക്കുന്ന ഇടങ്ങളുണ്ട്. വളരെ സജീവമായി 3 മുന്നണികളും എല്ലാ 20 മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. കലാശപ്പോരിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എത്രത്തോളം ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് മുന്നണികൾ ആസൂത്രണം ചെയ്യുന്നത്? നാളെ കലാശപ്പോരിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് മുന്നണികൾ ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കാഴ്ചവെക്കാൻ പോകുന്നത്? ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദിവസങ്ങൾ നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം, അതിൽ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ സജീവ ചർച്ചാ വിഷയമായി മാറി. CAയും കേരള സ്റ്റോറിയും ഇത് മാസപ്പടി വിവാദവും അടക്കം ദേശീയ അതേപോലെ തന്നെ പ്രാദേശിക വിഷയങ്ങൾ, സംസ്ഥാന വിഷയങ്ങളടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചർച്ചയാക്കി മുന്നണികൾ എന്നുള്ള കാര്യത്തിൽ ഒരു വിധത്തിലുള്ള തർക്കവും വേണ്ട. മാത്രവുമല്ല, പല ഈ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ പല ട്വിസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. BJPയെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കേരളം പോകുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരുള്ളത്. നരേന്ദ്രമോദിയുടെ അടിക്കടിയുള്ള വരവ്, മന്ത്രിമാരുടെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് തുണയാകുമെന്ന് BJP വിശ്വസിക്കുമ്പോൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വികാരം അത് വോട്ടായി മാറുമെന്ന UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. LDF ആകട്ടെ, ഇടത് ക്യാമ്പാകട്ടെ, അക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CA അടക്കം ന്യൂനപക്ഷം തങ്ങളോടൊപ്പം നിൽക്കും, ഇതുവരെ ഉണ്ടായിരുന്ന സംസ്ഥാനത്തെ ന്യൂനപക്ഷ ഏകീകരണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നതടക്കമുള്ള ഒരു പ്രതീക്ഷ അത് ഇടത് ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കൊട്ടിക്കലാശത്തിന്റെ തലേനാൾ പോലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവ ചർച്ചയായത് രാഹുൽ ഗാന്ധി വെസ് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചില കാര്യങ്ങളായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ PV അൻവർ MLA ഉന്നയിച്ച അധിക്ഷേപ പരാമർശം ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവ ചർച്ചയായി മാറി. പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി ഓർക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അക്കാര്യത്തിലെ ന്യായീകരണം. PV അൻവർ MLA ഗോഡ്സെയുടെ പുതിയ അവതാരമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനും പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി ഇന്ത്യ മുന്നണിയെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണമെന്ന് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരും പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ദേശീയ വിഷയങ്ങൾ, സംസ്ഥാന വിഷയങ്ങൾ, പ്രാദേശിക വിഷയങ്ങൾ ഇത്ര ദിവസം ചർച്ചയായ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായേക്കില്ല. ഏതായാലും നാളെ കലാശക്കൊട്ടിലേക്ക് എത്തുമ്പോൾ ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ടായ ആത്മവിശ്വാസം, ആ പ്രതീക്ഷകൾ അത് ആ കൊട്ടിക്കലാശത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഗോപികൃഷ്ണൻ. ഷഫീദ്, സ്വാഭാവികമായും ഇപ്പോൾ ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ ദേശീയ വിഷയങ്ങൾ മുതൽ പ്രാദേശിക വിഷയങ്ങൾ വരെ, സംസ്ഥാന നേതാക്കൾ മുതൽ ദേശീയ നേതാക്കൾ വരെ എല്ലാ മണ്ഡലങ്ങളിലും എത്തി, അല്ലെങ്കിൽ പരമാവധി മണ്ഡലങ്ങളിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി നാളെ കലാശപ്പോരാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പൂരത്തിനൊക്കെ പറയുന്നത് പോലെ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള റോഡ് ഷോകൾ, അതുപോലെ തന്നെ ആവേശം ജനിപ്പിക്കുന്ന തരത്തിലുള്ള മുന്നണികളുടെ പ്രകടനമൊക്കെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും സ്വാഭാവികമായും ആ തരത്തിലുള്ള, അതായത് അവസാന വോട്ടും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ പാകത്തിൽ ഒരു ശക്തി പ്രകടനമല്ലേ മുന്നണികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നാളെ? ഉറപ്പായും. കാരണം ആ ആത്മവിശ്വാസം ഇതുവരെ ഈ 3 മുന്നണികളും, സംസ്ഥാനത്തെ 3 മുന്നണികളും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ കളത്തിൽ ഒരുക്കിയിരിക്കുന്ന അവരുടെ വിശ്വാസമടക്കമുള്ള കാര്യങ്ങളുടെ അതിൻ്റെ ഏറ്റവും മൂർത്തമായ ഭാവം നമുക്ക് നാളെ കൊട്ടിക്കലാശത്തിൽ കാണാം. വലിയ ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ ക്ലൈമാക്സുകൾ പ്രതീക്ഷിക്കുന്ന പല മണ്ഡലങ്ങൾ
തിരുവനന്തപുരം, ആറ്റിങ്ങൽ, അതേപോലെ തന്നെ വടകര, ആലത്തൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ശക്തമായ കൊട്ടിക്കലാശം നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ തെരഞ്ഞെടുപ്പ് പോര് എത്രത്തോളം എത്തി, ഏതൊക്കെ വിഷയങ്ങൾ അവിടെ ചർച്ചയായി, എങ്ങനെയൊക്കെയായിരുന്നു സ്ഥാനാർത്ഥികളുടെ പ്രചരണ രീതി, അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വലിയ ട്വിസ്റ്റുകൾ നാളെ സ്വാഭാവികമായും ഉണ്ടാകും. ശക്തി പ്രകടനത്തിനപ്പുറം ആത്മവിശ്വാസമായിരിക്കും മുന്നണികൾ പ്രകടിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സാധാരണ നിലയിൽ നമ്മൾ കേരളത്തിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ശീലം എങ്ങനെയാണെന്ന് നോക്കിയാൽ അതിനൊരു പ്രത്യേക വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. ദേശീയ വിഷയങ്ങൾ ചർച്ചയാക്കപ്പെടുകയും ദേശീയ കാഴ്ചപ്പാടുകൂടി വോട്ടർമാർ ഈ പോളിംഗിനെ സമീപിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് മുൻകാല അനുഭവങ്ങൾ. ദേശീയ വിഷയങ്ങൾ തന്നെയായിരിക്കുമോ ഇത്തവണയും കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനവിധി നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം? ഗോപികൃഷ്ണൻ, ദേശീയ വിഷയങ്ങൾ സ്വാഭാവികമായും ഇതിനോടകം തന്നെ വലിയ തരത്തിൽ ചർച്ചയായി. നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ CAA വിഷയം അത് ഇടതുമുന്നണി അവർക്ക് വീണ് കിട്ടിയ ഒരു വാളായി BJP-യെയും അതേപോലെ തന്നെ UDF-നെയും ഒരേപോലെ കടന്നാക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. BJP-ക്ക് NDA-ക്ക് ഒരു വർഗീയ മുഖമാണ് എന്നുള്ള കാര്യം സംസ്ഥാനത്തിനകത്ത് ചർച്ചയാക്കാൻ LDF ശ്രമിച്ചപ്പോൾ കോൺഗ്രസിനെ അക്കാര്യത്തിൽ വിമർശിച്ചത് കോൺഗ്രസിന് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടില്ല, ആ നിലപാട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനെ കോൺഗ്രസ് പ്രതിരോധിച്ചതാകട്ടെ പൗരത്വ നിയമ ഭേദഗതിയിൽ വലിയ വായിൽ സംസാരിക്കുന്ന ഇടത് ക്യാമ്പ് ഏതെങ്കിലും തരത്തിൽ ആ കേസുകൾ പിൻവലിക്കാത്ത സാഹചര്യത്തെ, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാത്ത നടപടിയെ എങ്ങനെ ന്യായീകരിക്കുമെന്നുള്ളതാണ് അതൊരു വിഷയം. രണ്ടാമത്തെ വിഷയം കേരള സ്റ്റോറിയാണ്. കേരള സ്റ്റോറിയും സ്വാഭാവികമായും ഒരു ന്യൂനപക്ഷ വിഷയമായും എടുത്തുകൊണ്ട് സംസ്ഥാനത്തിനകത്ത് LDF വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. മൂന്നാമത്തേത് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെ വരവും കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തിന്റെ പലതരത്തിലുള്ള നീക്കങ്ങളെ കൂച്ചുവിലടങ്ങുന്നു, സാമ്പത്തികമായി കേരളത്തെ ഉപരോധിക്കുന്നതടക്കമുള്ള ക്യാമ്പയിനുകളാണ്. അതിനും മൂന്ന് മുന്നണികൾ അവരുടെ അവകാശവാദങ്ങൾ നിരത്തി അതിനെ പ്രതിരോധിച്ചും അതിനെ ആയുധമാക്കിയും കളം പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സംസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും വരിക മാസപ്പടി വിഷയമാണ്. അത് സംസ്ഥാന സർക്കാരിനും അതേപോലെ തന്നെ LDF-നും CPM-നും വലിയ തരത്തിലുള്ള തലവേദനയായി മാറുന്നതും നമ്മൾ ആ പ്രചരണ കാലത്ത് കണ്ടു. LDF-നെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിൽ ന്യായീകരിച്ചാലും അതിനകത്തൊരു അഴിമതിയുടെ എലമെന്റ് ഉണ്ടെന്ന് പലതരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പലതരത്തിൽ UDF ഉയർത്തി, BJP ഉയർത്തി, അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഷഫീദ്, ദേശീയ വിഷയങ്ങളും സംസ്ഥാന വിഷയങ്ങളും പ്രാദേശിക വിഷയങ്ങളും ഒക്കെ ചർച്ചയാക്കപ്പെട്ട ഒരു പ്രചാരണമായിരുന്നു ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് പരസ്യ പ്രചാരണം അവസാനിക്കാൻ വേണ്ടി. അവസാന ലാപ്പിലേക്ക് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുമ്പോൾ മുഴുവൻ ആവേശങ്ങളും വാരി വിതറി പരമാവധി വോട്ടുകൾ സമാഹരിക്കാനാണ് മുന്നണികൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും നാളെ ഉണ്ടാവുക. പരസ്യ പ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രമാണ് അത് തീരാൻ വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സകല അടവുകളും എടുത്തുകൊണ്ട് ആവേശം നിറച്ചുകൊണ്ട് അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും നാളെ മുന്നണികൾ അവരുടെ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുക. നമുക്ക് ഇനിയുള്ള മണിക്കൂറുകൾ മുന്നണികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. സ്ഥാനാർത്ഥികളും നേതാക്കളും അണികളും ഒക്കെ തന്നെ ഒരുപോലെ കൈമേയി മറന്നുകൊണ്ട് പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമങ്ങളിലായിരിക്കും. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് ഈ വിവരങ്ങൾ നൽകി. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് ഏറ്റവും അധികം വിവാദമായ ഒരു പരാമർശമായിരുന്നു PV അൻവർ MLA വയനാട് MP രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയത്. ആ വിവാദ പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് എന്ന് PV അൻവർ ഈ പരാമർശം വിവാദമായതിനു ശേഷവും ഒരു നിലപാടെടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആണാണോ എന്ന് സംശയമുണ്ടെന്നും അതുകൊണ്ട് DNA പരിശോധന വേണം എന്നുമുള്ളതുമായിരുന്നു PV അൻവർ നടത്തിയ അധിക്ഷേപ പരാമർശം. അതിനെ തുടർന്ന് വലിയ വിവാദം ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. PV അൻവറിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. എന്നാൽ PV അൻവറിനെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പ്രതിനിധി പാലക്കാട്ട് നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. നിഖിൽ, പാലക്കാട്ടാണ് ഒരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ PV അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്. നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളാണോ രാഹുൽ ഗാന്ധി എന്ന് സംശയിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് DNA പരിശോധന നടത്തണമെന്ന അധിക്ഷേപ സ്വഭാവമുള്ള പരാമർശമായിരുന്നു അത്. PV അൻവർ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. എന്താണ് ഈ വിഷയത്തിൽ PV അൻവറിന്റെ നിലപാട്? ഗോപി, ഈ വിഷയത്തിൽ PV അൻവർ തൻ്റെ വിവാദ പരാമർശത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ അദ്ദേഹത്തിന് തെല്ലും ഖേദമില്ല. കാരണം അത്രമേൽ പിന്തുണ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നടക്കം ലഭിക്കുന്നതുകൊണ്ടാകണം നമ്മൾ പല നേതാക്കളുടെ പ്രതികരണം തേടുമ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തി. പാലക്കാട് വിജയരാഘവന് വേണ്ടിയാണ് അദ്ദേഹം പ്രചരണത്തിനായി മണ്ണാർക്കാട് എത്തിയത്. അപ്പോഴാണ് ഈ വിവാദ പരാമർശം നടത്തിയത്. 24 ആണ് ഈ പ്രസംഗം പുറത്തുവിട്ടത്.
വിജയരാഘവനോട് പ്രതികരണം തേടിയപ്പോൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മണിക്കൂറുകൾക്ക് ശേഷവും അദ്ദേഹം പറഞ്ഞത്. അതായത് വാക്കാൽ ഇദ്ദേഹത്തിന് പിന്തുണ നൽകുകയാണ് പാർട്ടി. ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫ് മാത്രമാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തും വിളിച്ചു പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ആരിഫ് പറഞ്ഞത്. മറ്റെല്ലാവരുടെയും വലിയ പിന്തുണ അൻവറിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആൾ തന്നെയാണോ രാഹുൽ ഗാന്ധി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി എന്ന വിളിപ്പേരോട് കൂടി അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി കഴിയില്ല. PV അൻവറിനെ ഇത്രമേൽ ചൊടിപ്പിച്ചത് കഴിഞ്ഞ തവണ അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള പരാമർശങ്ങളായിരുന്നു. ED എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ മാത്രം തൊടുന്നില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. അതാണ് PV അൻവറിനെ ചൊടിപ്പിച്ചത് എന്നത് വേണം കാണാൻ. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഈ അവസാന ലാപ്പിലുണ്ടായ PV അൻവറിന്റെ വിവാദ പരാമർശം പാർട്ടിക്ക് വിവിധ ഇടങ്ങളിൽ തിരിച്ചടിയാകുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. നാളത്തെ ഒരു ദിവസം സജീവമായി ഈ വിഷയം നിർത്താൻ തന്നെയാണ് UDF തീരുമാനം. വിവിധ മണ്ഡലങ്ങളിൽ എത്തുന്ന നേതാക്കളെല്ലാം തന്നെ ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് റാലികളിലും ഈ പരസ്യ പ്രചരണത്തിന്റെ അവസാന വേളയിലുമൊക്കെ അവർ ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ദേശീയ നേതാവിനെ ഇത്രമേൽ അധിക്ഷേപപരമായിട്ടുള്ള പരാമർശം നടത്തുക, പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ എന്നുള്ളത് ഉയർത്തി കാണിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ചില പാർട്ടി കേന്ദ്രങ്ങളിൽ, ഇപ്പോൾ മണ്ണാർക്കാട് അടക്കം പാർട്ടി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന അനവസരത്തിലായി എന്ന് CPMന്റെ തന്നെ നേതാക്കളും പറയുന്നുണ്ട്. എന്തായാലും ഇത് തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിനെ തള്ളിപ്പറയാൻ നിലവിൽ ആരും രംഗത്ത് വരുന്നില്ല. ഏതായാലും അനവസരത്തിലായി പോയി ഈ അധിക്ഷേപ പരാമർശം, അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. പക്ഷേ PV അൻവർ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ വിവാദം കൂടി ഉണ്ടായിരിക്കുന്നു PV അൻവറിന്റെ ഈ അധിക്ഷേപ പരാമർശത്തിലൂടെ. യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയെ കാണാനായി അമ്മ പ്രേമകുമാരി യമനിൽ എത്തിയിട്ടുണ്ട്. നാളെ പ്രേമകുമാരി സനയിലെത്തും. അവിടെ ജയിൽ അധികൃതരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും നിമിഷപ്രിയയെ കാണാനുള്ള അവസരം ഉണ്ടാവുക. ഏതായാലും വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഏതാണ്ട് 18 വർഷങ്ങൾക്ക് ശേഷം മകളെ കാണാൻ വേണ്ടി അമ്മ പ്രേമകുമാരി സനയിൽ എത്തുന്നത്. അവർക്ക് എപ്പോൾ മകളെ കാണാൻ കഴിയുമെന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, യമനിൽ എത്തിയിട്ടുണ്ട് പ്രേമകുമാരി. അമ്മയ്ക്ക് മകളെ നാളെ കാണാൻ കഴിയും, ജയിൽ അധികൃതരുമായി സംസാരിച്ച ശേഷം എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്? ഗോപികൃഷ്ണൻ, പ്രേമകുമാരി നിമിഷപ്രിയ കഴിയുന്ന ജയിലിന് സമീപം, അതായത് സനയിലാണ് എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് അവിടെ തങ്ങും. നാളെ ആയിരിക്കും ഈ ജയിൽ അധികൃതരുമായുള്ള കൂടിക്കാഴ്ച. അതിനുശേഷം നിമിഷപ്രിയയെ കാണാനാകും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കൊപ്പമുള്ള സാമുൽ ജെറോം ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവെക്കുന്നത്. ഇതുവരെ മറ്റ് തടസ്സങ്ങൾക്കുള്ള സാധ്യതയൊന്നുമില്ല. 12 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ, അങ്ങനെയാണ് എങ്കിൽ മാതാവ് നിമിഷപ്രിയയെ കാണുന്നത്. ഈ ജയിലധികൃതരുമായി നിമിഷപ്രിയയെ കണ്ട ശേഷം ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്തും. അതിനുശേഷം ഈ യമൻ പൗരന്റെ കുടുംബവുമായുള്ള ചർച്ചയ്ക്കും ഒരു സാധ്യതയുണ്ട്. ഈ കുടുംബം മാപ്പ് നൽകിയാലായിരിക്കും നിമിഷപ്രിയയെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ഒരു നടപടികൾ ആരംഭിക്കുക. വലിയ പ്രതീക്ഷയിലാണ് ഈ ഒപ്പം പോയിരിക്കുന്ന സാമുൽ ജെറോമും അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ കുടുംബവും ഈ സേവ് നിമിഷപ്രിയ ഫോറത്തിലുള്ള എല്ലാവരും ഉള്ളത്. ആ ശുഭവാർത്ത നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നാളെ നിമിഷപ്രിയയെ മാതാവ് കാണും എന്നാണ് ഈ ഘട്ടത്തിൽ വരെ ലഭിക്കുന്ന വിവരം. ഗോപികൃഷ്ണൻ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ വേണ്ടി മാതാവ് അവിടെ എത്തിയിരിക്കുന്നു. നാളെ സനയിൽ ജയിലധികൃതരുമായി ചർച്ച നടത്തിയ ശേഷം അവർക്ക് മകളെ കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇനി സമ്പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇലക്ഷൻ സ്റ്റണ്ടാണ് ഇനി പ്രേക്ഷകർക്ക് കാത്തു നിൽക്കുന്നത്. ഡോക്ടർ ഉന്മേഷ് ശിവരാമനും പ്രജിൻ സി കണ്ണനും പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഇലക്ഷൻ സ്റ്റണ്ടുമായി ഉടൻ. നമസ്കാരം.